യുഎയിലെ വടക്കൻ നഗരമായ ഷാർജയിലും കോൺഗ്രസ് അനുഭാവ സംഘടനയായ ഇൻകാസിന്റെ വിജയാഹ്ലാദം അരങ്ങേറി. ഷാർജ മേഖലയിലെ നിരവധി നേതാക്കളും പ്രവർത്തകരും ആവേശത്തോടെ ആഘോഷത്തിൽ സംബന്ധിച്ചു. ഇതോടൊപ്പം മറ്റ് ഗൾഫ് നഗരങ്ങളിലും UDF വിജയം ഗംഭീരമായി ആഘോഷിച്ചു. ഷാർജയിൽ നിന്നും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി എൽവിസ് ടിമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രവാസികളോടും പ്രവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ കടക്ക് പുറത്ത് പറഞ്ഞ മുഖ്യമന്ത്രിയോട് കേരള ജനത കടക്ക് പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. പ്രവാസികളും കടക്ക് പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കടൽ കടന്ന് ഷാർജയിൽ കോൺഗ്രസിൻ്റെ UDFിൻ്റെ വിജയാഹ്ലാദം നടക്കുകയാണ്. വൻ ആവേശമാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവൻ നടക്കുന്ന അതേ ആവേശത്തോടെയാണ് പാട്ടുപാടിയും നൃത്തം ചെയ്തും ഇവർ ബഹളം വെച്ചിട്ട് ആഘോഷിക്കുന്നത്. നമ്മളൊപ്പം ഇൻകാസിൻ്റെ ഷാർജയുടെ പ്രസിഡന്റ് നമ്മളൊപ്പം ചെയ്യും മന്നാഫ് നമ്മൾ ചേരുകയാണ്. എങ്ങനെ കാണുന്നു വിജയത്തെ? ഒരുപാട് പേര് ഇവിടുന്ന് ഫ്ലൈറ്റൊക്കെ ചാർട്ട് ചെയ്ത് പോയും അല്ലാതൊക്കെ പോയി വോട്ട് ചെയ്തതാണ്. ഈ ആവേശത്തെ വിജയത്തെ എങ്ങനെ ഒരു പ്രസിഡന്റിൽ കാണുന്നു? കഴിഞ്ഞ 10 വർഷക്കാലമായി മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ കാവാലിക ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചത്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ, ജനാധിപത്യ വിരുദ്ധക്കെതിരെ കാവാലിക ഭരണം ഇന്നത്തോടുകൂടി കേരളത്തിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രവാസികളോട് ഒട്ടനവധി വാഗ്ദാനം നൽകി എല്ലാ രീതിയിലും പ്രവാസികളെ വഞ്ചിച്ച ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വിധിയാണ് ഇന്ന് കേരളത്തിൽ നടന്നത്. കേരളത്തിൽ ഒരുപാട് ദിവസം ക്യാമ്പ് ചെയ്ത് ഇലക്ഷൻ പ്രവർത്തനം നടത്തിയ ശ്രീ അഡ്വക്കേറ്റ് YA റഹ്മാൻ നമ്മൾ ചേരുകയാണ്. ഇത് ആരുടെ വിജയമാണ്? ഇത് തീർച്ചയായിട്ടും പ്രവാസികളുടെ വിജയമാണ്. കാരണം 2.25 ലക്ഷം ആളുകൾ വോട്ട് രജിസ്റ്റർ ചെയ്തു. അതിൽ 1.5 ലക്ഷം ആൾ ഈ എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള ഫെയർ ആയിട്ട് കൂടി നാട്ടിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ വോട്ട് ചെയ്യുക മാത്രമല്ല, സ്വന്തം കുടുംബത്തിൻ്റെ അംഗങ്ങളെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഈ 10 വർഷക്കാലത്തെ ദുർഭരണത്തിനെതിരെ വോട്ട് ചെയ്തു. അതിന് കാരണങ്ങളുണ്ട്. 1,30,000 കോടി രൂപ ഓരോ വർഷവും കേരളത്തിലേക്ക് അയക്കുന്ന, 10 ലക്ഷം കോടി രൂപ ഇന്ത്യയിലേക്ക് അയക്കുന്ന പ്രവാസികളുടെ യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ദുരിതം ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വന്നതിന് ശേഷമാണ് നമ്മൾ അനുഭവിക്കുന്നത്. മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ശ്രീ ബാലായിട്ട് ചേരിയാണ്. കാസർഗോഡിനുള്ള വർഷങ്ങളായുള്ള പ്രവാസിയാണ്. എങ്ങനെ കാണുന്നു ഈ മുന്നേറ്റം, പ്രത്യേകിച്ച് മലബാർ മേഖല ഫോക്കസ് ചെയ്യുമ്പോൾ? 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ദുഷ്ഭരണം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് UDFന് അതിഗംഭീര വിജയം സമ്മാനിച്ച കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ആദ്യമായി അഭിനന്ദിച്ചുകൊള്ളുന്നു. ഈ വിജയം പ്രവാസികളുടെ തന്നെയാണ് വിജയം. പ്രവാസികളെ വഞ്ചിച്ചുകൊണ്ട് ഈ ഒരു ഭരണമാണ് കഴിഞ്ഞ 10 വർഷം നീണ്ടുപോയത്. കഴിഞ്ഞ നമ്മുടെ നാടിൽ കോൺഗ്രസിൻ്റെ ഓരോ പ്രവർത്തകരും അനുഭവിച്ച വേദനകൾ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ വിജയം വന്നിരിക്കുന്നത്. ഞാൻ കാസർഗോഡുകാരനാണ്. ഞങ്ങൾക്ക് ഇത്തവണ 4 സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ഉദുമയും അതുപോലെ തന്നെ തൃക്കരിപ്പൂരും പിടിച്ചെടുത്തു. അപ്പോൾ പ്രവാസ ലോകത്തെ ഈ മലയാളികളുടെ പ്രത്യേകിച്ച് കോൺഗ്രസിന് UDFന് ആവേശം ഇനിയും തുടരുകയാണ്. കടൽക്കടന്നും ആവേശം തുടരുകയാണ്. ഷാർജയിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം എൽവിസ് ടിമാർ, ജയ് ഹിന്ദ് ന്യൂസ്.